നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ശബരിയേട്ടനാ. ഒരു ചെറിയ ചടങ്ങിന് ഇത്രയും കാശ് മുടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. മതി, നാളെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. അതിനിടയിൽ വെറുതെ നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ഞാൻ വഴക്കിടുന്നതല്ല, ഉള്ള കാര്യം പറയുന്നതാ. അതിന് ശബരിയേട്ടൻ എന്തിനാ ഇങ്ങനെ പൊള്ളുന്നത്? വഴക്കാണെന്ന് തോന്നുന്നു. ഇപ്പൊ ശബരിയെ കണ്ട ശരിയാവില്ല. പ്രകാശ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാട്ടോ. എനിക്കറിയാം, നിങ്ങളുടെ വീട്ടുകാർ എന്ത് ആർത്തി കാണിച്ചാലും നിങ്ങൾ അത് സാധിച്ചു കൊടുക്കും. പക്ഷേ എനിക്കത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശബരിയേട്ടൻ അധ്വാനിച്ച് സമ്പാദിക്കുന്ന കാശ് എനിക്കും എന്റെ കുഞ്ഞിനും അവകാശപ്പെട്ടതാ. അത് മറക്കരുത്. നീ എന്റെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് ഈ വീട്ടിലുള്ളവർക്കായിരുന്നു എന്റെ മുഴുവൻ അവകാശവും. ഓ, അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷം ആവാറായി. നമ്മുടെ മകൻ ജനിച്ചിട്ട് 7 മാസം ആവാറായി. ബന്ധുക്കൾക്കൊക്കെ കുറച്ചൊക്കെ ചെയ്തു കൊടുക്കാം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അവരുടെ എല്ലാ ആവശ്യങ്ങളും ശബരിയേട്ടൻ നടത്തി കൊടുക്കണം. അവർ തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? മോന്റെ ചോറൂണ് ചടങ്ങിന് ശബരിയേട്ടൻ അവർക്ക് വേണ്ടി എത്രായിരം രൂപയുടെ ഡ്രസ് എടുത്തു. പകരം നമ്മുടെ മോന് നാളെ അവർ എന്തേലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ശബരിയേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതുപോട്ടെ, ഇന്നേ ദിവസം വരെ ഇവിടുത്തെ അച്ഛനല്ലാതെ വേറെ ആരെങ്കിലും ഒരു ചോക്ലേറ്റോ ഒരു കുഞ്ഞുടുപ്പോ ഒരു കളിപ്പാട്ടവോ നമ്മുടെ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുന്നത് ശബരിയേട്ടൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. ഇതുവരെ അങ്ങനെ ഒരു മനസ്സ് ആരും കാണിച്ചിട്ടില്ല. അതിന്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ലതേ. നമ്മുടെ മോന് ഒരു കുറവും വരുത്താതെ നമ്മൾ നോക്കുന്നില്ലേ? അതിനു പുറമെ അവര് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പകരം നമ്മളില്ലാത്തപ്പോ നമ്മുടെ കുഞ്ഞിനെ ഇവിടെ എല്ലാവരും സ്വന്തം കുഞ്ഞിനെ പോലും നോക്കുന്നില്ലേ? ഓ, ആഹാ, അതിനുവേണ്ടിയാണ് ശബരിയേട്ടൻ അവർക്ക് വേണ്ടി ഇത്രയേറെ കാശ് ചെലവഴിക്കുന്നത്. എങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇനി അവരെ പ്രതിഫലം പറ്റി എന്റെ കുഞ്ഞിനെ നോക്കുന്നവരായിട്ട് കണ്ടാ മതിയല്ലോ. മതി, നിർത്ത്. നിന്റെ സംസാരം ഒരുപാട് ഓവറാ. ഞാൻ നിന്റെ വീട്ടുകാർക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാ നീ അത് വേണ്ടെന്ന് പറയോന്ന്? ഞാൻ പറയും. അർഹതയില്ലാത്തവർക്ക് ദാനം ചെയ്യുന്നവരോടും അർഹതപ്പെടാത്തത് പിടിച്ചു വാങ്ങുന്നവരോടും എനിക്ക് വെറുപ്പാ. എന്തായാലും ഇവിടെ ഉള്ളവര് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന പോലെ എന്റെ വീട്ടുകാരും ചൂഷണം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. മാറങ്ങോട്ട്. ഇതവിടെ കൊണ്ടുപോയി. ഏതു നേരം ഒരു വീട്ടുകാരും. എന്തോന്നാ ഇത്? കൊണ്ടുവച്ചൂടെ? ശബരി എന്തു പറഞ്ഞു ധനേട്ടാ? ഇതെന്തു പറ്റി? വലിയ ആവേശത്തോടെ ഫോണുമായിട്ട് പോയ ആള് കാറ്റുപോയ ബലൂൺ കണക്കാണല്ലോ വന്നിരിക്കുന്നത്. കാറ്റ് പോയി വസന്തി. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ കാര്യങ്ങൾ. അനിത പറഞ്ഞതുപോലെ ഉണ്ണിക്കുട്ടന്റെ ചോറൂണിന് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം വസന്തി. ഇല്ലെങ്കിൽ നമുക്കത് വലിയ നാണക്കേടാ. അതെന്താ? മുകളിലേക്ക് പോയി വരുമ്പോഴേക്കും പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായ. ധനേട്ടനോട് ദയ എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. ദേ, നിങ്ങൾ ഒളിഞ്ഞെന്ന് എന്തെങ്കിലും കേട്ട് കാണും അല്ലേ? ഞാൻ ഒളിഞ്ഞു നോക്കാനാണോടി മുകളിലേക്ക് പോയത്? കാറ്ററിംഗിലെ പ്രകാശൻ എന്നെ വിളിച്ചത് നീയും കേട്ടതല്ലേ? ധനേട്ടൻ എന്താ ഉണ്ടായെന്ന് പറ. പറയ് ധനേട്ടാ. പറയാം. ഞാൻ പ്രകാശം വിളിച്ച ഫോണുമായി മുകളിലേക്ക് പോയപ്പോ അവിടെ ശബരിയും ദയും സംസാരിക്കുന്നുണ്ടായിരുന്നു.
നിങ്ങൾ അതൊക്കെ കേട്ട് മിണ്ടാതിറങ്ങി വന്ന എന്തിനാ മനുഷ്യ? ചോദിക്കണ്ടായിരുന്നു അവളോട്. നിങ്ങൾ വാ, ഞാൻ ചോദിക്കാം. അയ്യോ ചേച്ചി വേണ്ട. ചേച്ചി ഇപ്പൊ പോയി ചോദിച്ച ധനേട്ടൻ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കിയെന്ന് പോലും ചിലപ്പോ ദയ പറഞ്ഞെന്ന് വരും. അതെ വസന്തി, അവൾക്കെതിരെ പറയാൻ ശബരിക്കും പറ്റില്ല. അവസാനം ഈ വിഷയം അച്ഛന്റെ മുന്നിലെത്തിയ ഞാനായിരിക്കും പ്രതി. എന്നുവെച്ച് അവൾക്കൊരു തിരിച്ചടി കൊടുക്കണ്ടേ? ഇതിനെ നമുക്ക് അഭിമാനത്തോടെ നേരിടണം വാസന്തി. എന്റെ കയ്യില് കുറച്ച് കാശുണ്ട്. നമുക്ക് നാളത്തെ ചടങ്ങിന് ഉണ്ണിക്കുട്ടന് നല്ലൊരു ഗിഫ്റ്റ് തന്നെ വാങ്ങിക്കൊടുക്കാം. അതെ ചേച്ചി, അതാ വേണ്ടത്. എനിക്ക് നിങ്ങളോടൊപ്പം ചേരണമെന്നുണ്ട്. പക്ഷെ കാശ് അശോകേട്ടൻ അച്ഛന്റെ പേരിലല്ലേ കാശ് അയക്കുന്നത്? എങ്കി നീ അച്ഛനോട് ചോദിച്ച് കാശ് വാങ്ങ്. നമുക്ക് ഒരുമിച്ച് അവളുടെ കണ്ണ് തള്ളുന്ന വിധത്തിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. അതെ, ആദ്യം ചടങ്ങ് നല്ല രീതിയിൽ നടക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ദേ, നിങ്ങളൊന്ന് വന്നേ. വരാൻ. അമ്മ വരില്ലെന്ന് ഉറപ്പുള്ളോണ്ടാവണം എന്നെ വിളിച്ചത്. അന്നിവിടെ വന്നിട്ട് മോനെ ശരിക്കൊന്ന് കാണാനും കൂടെ പറ്റിയില്ലല്ലോ. ചടങ്ങിന് വന്നാ അമ്പലത്തിൽ മോനോടൊപ്പം ചെലവഴിക്കാൻ ഇന്ദ്രേട്ടന് കുറച്ച് ടൈം കിട്ടും. ഞാൻ എന്താ വേണ്ടെന്ന് ആലോചിക്കാം. നീ ഇന്ദ്രനോട് വരാമെന്ന് സമ്മതിച്ചില്ലേ? ഇനി എന്താ ആലോചിക്കാനാ? നാളെ അച്ഛൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോവാം. മഞ്ചാരി അടുത്ത ചീര ഉണ്ടല്ലോ. അച്ഛൻ എന്തായാലും നിന്നോട് വരണ്ടാന്നൊന്നും പറയില്ല. പോയേക്കാം അല്ലേ ചേരൂ? അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. പക്ഷെ ഇന്ദ്രേട്ടൻ വിളിച്ചത് മോനെയും ചേച്ചിയും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്ദ്രേട്ടന് ചേച്ചിയെ കൊണ്ട് വേറെ എന്തെങ്കിലും ആവശ്യം കാണും. എന്നെ കൊണ്ട് വേറെന്താ ആവശ്യം ചേരൂ? ആ ഷോപ്പിന്റെ പേരിൽ ചേച്ചിക്കുള്ള അവകാശം ഇന്ദ്രേട്ടൻ എഴുതി കൊടുക്കാനായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അത് പറ്റില്ലെന്ന് അനു ഇന്ദ്രന്റെ മുഖത്ത് നോക്കി പറയും. ആ ഷോപ്പ് ഇവളുടെ പേരിലെ ദാസങ്ങൾ എഴുതി കൊടുത്തതാ. അതെ, അതൊന്നും എന്റെ മുഖത്തോക്കി ഇന്ദ്രേട്ടൻ എന്തായാലും ചോദിക്കില്ല. ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ. ഒരുപാട് മുഖങ്ങളുള്ള ഒരു പുരുഷന്റെ കൂടെ ജീവിച്ചതുകൊണ്ടാവും എനിക്കിപ്പോ ആരുടെയും ഭർത്താക്കന്മാരെ വിശ്വസിക്കാൻ പറ്റാത്തത്. ആ, വിനയന്റെ കൂടെ കൂടി നിനക്കും അവന്റെ സംശയരോഗം പിടികൂടിയെന്ന് പറഞ്ഞാ മതി. അല്ലാതെ ലോകത്തുള്ള ഭർത്താക്കന്മാരൊക്കെ നീ കരുതുന്നത് പോലെയൊന്നും അല്ല ചിലങ്കെ. ഞാനേ സംശയരോഗിയൊന്നും ആയിട്ടില്ല, ആവേ ഇല്ല. ചേച്ചി അങ്ങനെ ആവാതെ നോക്കിയാ മതി. അയ്യോ, എനിക്ക് എന്റെ ഭർത്താവിനെ സംശയിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ലേ. അതിനുള്ള അവസരം രഘുവേട്ടൻ ഉണ്ടാക്കില്ല എന്നും എനിക്കറിയാം. പിന്നെങ്ങനെ എനിക്ക് സംശയരോഗം ബാധിക്കുന്നത്? അപ്പൊ കുറച്ചു നാൾ മുമ്പേ രഘുവേട്ടനും അനുചേച്ചിയും ഫോണിൽ സംസാരിക്കുന്നതിന് ചേച്ചി സംശയിച്ചതോ?